നിവിൻ പോളിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂവല്ലോ. നമ്മൾ ആ യുവതിയുടെ പ്രതികരണം നൽകുകയായിരുന്നു. ദുബായിൽ വെച്ച് നൽകിയ സംഭവവുമായി ബന്ധപ്പെട്ടവർ വിശദീകരണം നൽകുന്നുണ്ട്. നിവിൻ പോളി ആരോപണങ്ങളെല്ലാം തള്ളുകയാണല്ലോ നിതിൻ. ഉന്മേഷ്, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിവിൻ പോളി ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ്. 2023 ഈ കേസിനാസ്പദമായ ഈ പരാതിക്കാസ്പദമായ സംഭവം എന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്. പക്ഷേ ഈ പരാതിക്കാരിയുടെ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്നു. ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് നിവിൻ പോളി ഇന്നിപ്പോൾ ആരോപിക്കുന്നത്. ഇതിൽ ഈ ഒരു സംഘത്തിൽ, അതായത് 6 പേർക്കെതിരെയാണ് പരാതി നൽകിയത്, കേസെടുത്തിരിക്കുന്നത്. ഈ 6 പേരിൽ തനിക്ക് നിർമ്മാതാവിനെ മാത്രമേ അറിയുള്ളൂ. മാത്രമല്ല, ദുബായ് മാളിൽ വെച്ച് കണ്ട പരിചയമാണ് നിർമ്മാതാവുമായിട്ടുള്ളത്. അല്ലാതെ അടുത്ത ബന്ധമോ മറ്റിടപാടുകളോ ഒന്നുമില്ല. ചില സാമ്പത്തിക ഇടപാടുകൾ അത് നിവിൻ പോളി തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതല്ല, മറ്റു തരത്തിലൊരു ബന്ധമൊന്നും തനിക്ക് ഈ കേസുമായി ഇല്ല. ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 1.5 മാസം മുൻപ് സമാനമായ ഒരു പരാതി, ഇതേ പരാതി തന്നെ ലോക്കൽ പോലീസ് നൽകിയിരുന്നു. ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ട് നിവിൻ പോളിയോട് വിശദീകരണം തേടിയിരുന്നു. അതിനുശേഷം നിയമോപദേശത്തിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടിയുമായി താൻ മുന്നോട്ട് പോകാതിരുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകളും അതോടൊപ്പം തന്നെ മറ്റ് മുൻനിര നടിമാരെല്ലാം തന്നെ പല വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ ചില വെളിപ്പെടുത്തലുകൾ ഇന്നിപ്പോൾ നടത്തിയതിന്റെ പേരിലാണ് താൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. എന്തായാലും ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ താൻ തയ്യാറാണ്. ഏത് വിധേനയാണ് അന്വേഷണ സംഘത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടതെന്ന് സംബന്ധിച്ചുള്ള നടപടികളെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ താൻ തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും താൻ എവിടെയും ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ കൃത്യമായി തന്നെ അന്വേഷണം നടത്തി ഇതിൽ കൃത്യമായ അന്വേഷണമായി മുന്നോട്ട് പോകണം എന്നൊരു ആവശ്യം തന്നെയാണ് നിവിൻ പോളി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഏതാണ്ട് അരമണിക്കൂർ നീണ്ടുനിന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉടനീളം ഈ ഒരു പരാതിക്കാരിയെ നൽകിയ പരാതി അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. മാത്രമല്ല, ആരോപണങ്ങൾ, ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ തൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് താനിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുന്നത്. കുടുംബത്തിൻ്റെ തന്നെ പിന്തുണ തനിക്കുണ്ട്. സമാനമായ നിലയിൽ തന്നെ മാധ്യമങ്ങളുടെ പിന്തുണ, ഇതിൽ നാളെ തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാധ്യമങ്ങളുടെ പിന്തുണയും സമാനമായി തന്നെ തനിക്ക് വേണമെന്നാണ് ഇപ്പോൾ എന്തായാലും നിവിൻ പോളി ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു പരാതിക്കാരിയെ തനിക്ക് അറിയില്ല, മാത്രമല്ല ഇതുവരെ താൻ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് വൈകിട്ടാണ് ഇത്തരത്തിൽ നിവിൻ പോളിക്കെതിരെ ഊന്നക്കൽ പോലീസ് കേസെടുത്ത് എന്ന വിവരം പുറത്തു വരുന്നത്. അതിനുശേഷം SIT, ഈ പരാതിക്കാരി SIT സമീപിക്കുകയും പിന്നീട് SIT ഇത് FIR രജിസ്റ്റർ ചെയ്യാൻ ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഇത് SITക്ക് എന്തായാലും അന്വേഷണം പോകും. ഈ അന്വേഷണ ഘട്ടത്തിൽ താൻ പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത പറയുന്നത്, ഈ പരാതി പൂർണ്ണമായും വ്യാജമാണ്, അത് പൂർണ്ണമായും തള്ളുകയാണ്. ഇത്തരത്തിലൊരു പരാതിക്കാരിയെ താൻ കണ്ടിട്ടില്ല. ഏതായാലും ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഇപ്പോൾ നിവിൻ പോളി വ്യക്തമാക്കുന്നു. പക്ഷെ പരാതിക്കാരി തന്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്.